പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്ത. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ OP ചികിത്സ മുടക്കിയുള്ള ഡോക്ടർമാരുടെ സമരം 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ രോഗികൾ കൂടുതൽ ദുരിതത്തിലാവുകയാണ്. 19 മുതൽ അനിശ്ചിതകാലത്തേക്ക് ശസ്ത്രക്രിയകളും മറ്റ് ചികിത്സകളും നിർത്തിവെക്കാനും തീരുമാനമുണ്ട്. രോഗികളെ ചികിത്സിക്കുന്നതിന് പുറമെ അധ്യാപനം കൂടി ഡോക്ടർമാർ ബഹിഷ്കരിച്ചതോടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവും പ്രതിസന്ധിയിലാണ്. ഡോക്ടർമാരില്ല, അവിടെ PG പഠിക്കുന്ന കുട്ടികളുള്ളായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ അവർ ചെയ്തു തന്നു. എനിക്ക് ഡ്രസ്സ് ചെയ്യാനുള്ളായിരുന്നു, അതവർ ചെയ്തു തന്നു. സമരമാണ്, അത് അറിഞ്ഞുകൊണ്ട് രാവിലെ സംശയത്തിൻ്റെ പേര് വന്നതാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർമാരില്ല, ബുദ്ധിമുട്ടാണ്. ദൂരെ നിന്ന് വരുന്നില്ല, നമുക്ക് ഇന്നേ വരാൻ പറ്റത്തുള്ളൂ, അല്ലാത്ത ദിവസങ്ങളിൽ വരാൻ പറ്റത്തില്ല. ഈ ചൊവ്വാഴ്ച ദിവസം മാത്രമേ പറ്റൂ, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. നമുക്കൊപ്പം MJ പ്രതീഷ് ഉണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OPയിൽ നിന്ന്. പ്രതീഷ്, എന്താണ് ഇപ്പോഴത്തെ OPയിലെ അവസ്ഥ? ഹൗസ് സർജന്മാരൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു. പക്ഷേ എങ്കിലും ചില രോഗികൾക്ക് ബുദ്ധിമുട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിദഗ്ധ ചികിത്സയില്ല, ചികിത്സ മാത്രം നൽകി പറഞ്ഞു വിടുകയാണോ? എന്താണ് അവസ്ഥ? അരുൺകുമാർ, തീർച്ചയായും രോഗികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം ഇന്നലെ മുതലാണ് അനിശ്ചിതകാല OP ബഹിഷ്കരണം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തുടങ്ങിയത്. ഇന്നലെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. PG ഡോക്ടർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് ഈ സമരത്തെ സർക്കാർ നേരിടുന്നത്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ പോവുകയാണ്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ OPയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഇത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന പലരും ഇവിടെ എത്തുമ്പോഴാണ് ഇന്ന് ഈ ഡോക്ടർമാരുടെ പണിമുടക്ക് കാണുകയെന്ന് അറിയുന്നത്. അങ്ങനെ പലരും തിരികെ പോകേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ഈ PG ഡോക്ടർമാരുടെ സേവനം മാത്രം ഉപയോഗപ്പെടുത്തി പോകേണ്ട സാഹചര്യമാണ് ഈ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കുള്ളത്. അത് രോഗികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുൾപ്പെടെ ചികിത്സ തേടി എത്തുന്നവർ ഇവിടെയുണ്ട്. ഈ വിവിധ തുടർ ചികിത്സയ്ക്കായി നേരത്തെ നിശ്ചയിച്ച തീയതികളിൽ എത്തുന്നവരുണ്ട്. പക്ഷേ അവരെത്തുമ്പോഴൊക്കെ തന്നെ സ്ഥിരമായി അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ഇവിടെ ഇല്ല എന്ന് അറിയുന്നു. പിന്നീട് PG ഡോക്ടർമാരെ കണ്ട് മറ്റൊരു ദിവസത്തേക്ക് ഇത് എഴുതി നൽകി ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഡോക്ടർമാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ സർക്കാർ ഇതുവരെയും ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അനിശ്ചിതകാല OP ബഹിഷ്കരണം എത്ര ദിവസം നീളുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഈ 19-ാം തീയതി മുതൽ അടിയന്തരം അല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കാനും ഡോക്ടർമാരുടെ തീരുമാനമുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ മാറും. കാരണം ആയിരക്കണക്കിന് രോഗികൾ പ്രതിദിനം എത്തുന്ന ആശുപത്രികളാണ്. അതുകൊണ്ട് തന്നെ അത് രോഗികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളാണ്. എത്രയും വേഗം ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് ഇത് പരിഹരിക്കണം എന്നതാണ് പ്രധാനമായും രോഗികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന കാര്യം. കാരണം മറ്റ് പല ആശുപത്രികളിൽ നിന്നും റെഫർ ചെയ്ത് എത്തുന്ന രോഗികളാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കും വരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് ഡോക്ടർമാർക്കുമുള്ളത്. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, പ്രതീക്ഷാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ഈ PG ഡോക്ടർമാരുള്ളത് കൊണ്ട് കാര്യങ്ങൾ അങ്ങനെ കഴിച്ചിലായി പോകുന്നു. പക്ഷെ നാളെ PG ഡോക്ടർമാരും പണിമുടക്കാൻ പോകുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ കുറച്ചുകൂടി കാര്യങ്ങൾ കുഴയും എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ, അത് സർവീസ് ബന്ധമായ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കുക എന്നതാണ്. രോഗികളാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. പാവപ്പെട്ട രോഗികൾക്ക് മറ്റെങ്ങും പോകാൻ ഇടമില്ല. സ്വകാര്യ ആശുപത്രിയിലൊക്കെ പോയാൽ ഒട്ടുമല്ലാതെ പോകും.